അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിലെ 1 മുതൽ 13 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി, ജിന്നുകൾക്ക് വേണ്ടിയെല്ലാം സംവിധാനിച്ചിട്ടുള്ള വ്യത്യസ്ത സംവിധാനങ്ങളെ ഓർമ്മപ്പെടുത്തി അവയിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള 1-ാമത്തെ ഭാഗത്താണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 14-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ കൽ ഫഖാർ വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان. وله الجوار المنشآت في البحر كالأعلام. وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان. كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖലഖൽ ഇൻസാന, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഖലഖ യഖ്ലുഖു ഖൽഖൻ, സൃഷ്ടിക്കുക. ഖലഖൽ ഇൻസാന, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ സ്വൽസാലിൻ, സ്വൽസാൽ എന്ന് പറഞ്ഞാൽ തീനുൻ യാബിസുൻ ലം തുസിബുഹുൻ നാർ, തീ സ്പർശിക്കാത്ത കളിമണ്ണ്. കളിമണ്ണ് കൊണ്ട് ചുട്ടെടുത്ത് നന്നായി ചൂടാക്കി നമ്മൾ വസ്തുക്കളുണ്ടാക്കും. എന്നാൽ തീ സ്പർശിക്കാത്ത ഉണങ്ങിയ കളിമണ്ണിനാണ്
സൽസാൽ എന്ന് പറയുന്നത് അത് മുട്ടിയാൽ ശബ്ദമുണ്ടാകും. സൽസല എന്ന് പറഞ്ഞാൽ നാം ചലചലപ്പ് എന്ന് മലയാളത്തിൽ പറയുന്ന ആ സൽസല, ഒരു ശബ്ദം. അങ്ങനെയുള്ള കളിമണ്ണിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. കൽ ഫഖാർ, ബേസിക്കലി അതാണെങ്കിലും അത് കണ്ടാൽ തോന്നുന്നത് കൽ ഫഖാർ. ഫഖാർ എന്ന് പറഞ്ഞാൽ തീനുൻ മഹ്റൂഖുൻ, തീ സ്പർശിച്ച കളിമണ്ണാണ്, തീ കൊണ്ട് ചുട്ടെടുത്ത കളിമണ്ണാണ്. കലം പോലെ, അതേപോലെയുള്ള മൺപാത്രങ്ങൾ പോലെ. അതുകൊണ്ട് ചില തഫ്സീറിൽ കാണാം കലം പോലെയുള്ള, മൺപാത്രം പോലെയുള്ള ചുട്ടെടുത്തതാണ് എന്ന് തോന്നും, പക്ഷേ തീ സ്പർശിച്ചിട്ടേയില്ല. മുട്ടിയാൽ ശബ്ദമുണ്ടാകും. ചില തഫ്സീറിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല, നമുക്കറിയാമല്ലോ കളിമണ്ണ് കൊണ്ട് നമ്മൾ രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമുക്കറിയാം. അതേപോലെ ആദ്യം കളിമണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കി. അപ്പോൾ ഇബ്ലീസ്, ഷൈത്താൻ വന്നു നോക്കിയെന്നാണ്. ആ സമയത്ത് റൂഹ് കൊടുത്തിട്ടില്ല, ജീവനില്ല, രൂപം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേതാണ് പുതിയൊരു സൃഷ്ടി. ഇബ്ലീസ് അതിനിങ്ങനെ ചുറ്റിലും നടന്നു നോക്കി, ഇടക്കിടക്ക് ഇങ്ങനെ മുട്ടി നോക്കിയെന്നാണ്. ഇങ്ങനെ മുട്ടി നോക്കി, അപ്പോൾ ശബ്ദമുണ്ട്. സൽസാലിൻ, നല്ല ശബ്ദമുണ്ട്, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്നുണ്ട്. അല്ലാഹു ആലം. അപ്പോൾ കലം പോലെയുള്ള അല്ലെങ്കിൽ ചുട്ടെടുത്ത, ചൂട് തട്ടിയ കളിമണ്ണ് പോലെ തോന്നിക്കുന്ന, എന്നാൽ തീ സ്പർശിച്ചിട്ടില്ലാത്ത ശുദ്ധമായ കളിമണ്ണിൽ നിന്ന്, ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. വഖലഖൽ ജാന്ന, ജിന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ജാൻ എന്ന് പറഞ്ഞാൽ ജിന്ന്. വഖലഖൽ ജാന്ന, അവൻ ജിന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ മാരിജിൻ മിൻ നാർ. അൽ മാരിജ് എന്ന് പറഞ്ഞാൽ അശ്ശുഅലത്തു സാത്തിഅ ദാത്തുൽ ലഹബി ഷദീദ്, നല്ല തീയുള്ള, നല്ല ചൂടുള്ള അല്ലെങ്കിൽ തീജ്വാലയുള്ള ശുദ്ധമായ തീ, അതാണ്. ഔ ഹുവൽ ലഹബുൽ മുഖ്തലിതു ബി സവാദിൻ നാർ, തീയുടെ ഇരുണ്ട നിറമുള്ള, തീയുടെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന. മറജ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനോട് കൂടിച്ചേരലാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ വഹുവ മഖ്തലത ബഅ്ദുഹു ബിബഅദ്, ഒന്ന് മറ്റൊന്നിനോട് കൂടിച്ചേർന്നതാണ്. മിൻ ബൈനി അഹ്മറ വ അസ്ഫറ വ അഖ്ദറ, അതിൽ മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, പച്ചയുണ്ട്. മറജ അമ്രുൽ ഖൗം എന്ന് പറഞ്ഞാൽ ഇദഖ്തലത, കൂടിച്ചേർന്നാലാണ് അങ്ങനെ പറയുന്നത് മറജ. തൊട്ടടുത്ത ആയത്തിൽ വരുന്നുണ്ട് മറജൽ ബഹ്റൈനി യൽതഖിയാൻ, അതിൽ നിന്നാണ് മാരിജ്. അപ്പോൾ ഇഖ്തിലാത്തുള്ള എല്ലാത്തരം തീയുടെ അംശവും അതിലുണ്ട്. ഏതുപോലെ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു. ഹുവ അൻശഅകും മിനൽ അർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ മണ്ണുകളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. എല്ലാ മണ്ണുകളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതുപോലെ തീയുടെ എല്ലാ സ്വഭാവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശുദ്ധമായ ആ തീയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മിൻ ഔസതിഹാ വ അഹ്സനിഹാ, തീയുടെ ഏറ്റവും നല്ല അവസ്ഥയിൽ നിന്ന്. തീക്ക് ഒരു സ്വഭാവമുണ്ട്, അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഭാഗത്ത് നിന്നാണ്, അത് ഉപയോഗപ്പെടുത്തിയാണ് ജിന്നിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നത്, വഹുവ ലിസാനുൻ നാരില്ലദി യകൂനു ഫീ ത്വറഫിഹാ ഇദാ ഉൽഹിബത്, തീ കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് കാണുന്ന ശുദ്ധമായ തീയുടെ ഭാഗം, പുകയില്ലാത്ത തീ, പുകയില്ലാത്ത, പുക കലർന്നിട്ടില്ലാത്ത ശുദ്ധമായ തീ. ആ തീയിൽ നിന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചത്. അപ്പോൾ കളിമണ്ണിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ നമ്മെ കാണുമ്പോൾ ആ കളിമണ്ണ് പോലെയല്ല തോന്നുന്നത് എന്നതുപോലെ ജിന്നുകളുടെ ആദ്യത്തെ സൃഷ്ടിപ്പ് തീയിൽ നിന്നാണെങ്കിലും അത് ആ തീയുടെ അതേ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല, മറിച്ച് അതിൻ്റെ മറ്റു രൂപത്തിൽ അതിനെ മാറ്റാൻ കഴിവുള്ളവനാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്നും ജിന്നുകളുടെ സൃഷ്ടിപ്പ് തീയിൽ നിന്നുമാണ്. തീയുടെ സ്വഭാവം ഒരൽപ്പം അക്രമാസക്തമാണ്. തീ കരിച്ചു കളയുന്നതാണ്. ശരിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തീ വളരെ അപകടകാരിയാണ്. എന്നാൽ അത്ര അപകടം കളിമണ്ണ് കൊണ്ടില്ല, മണ്ണ് കൊണ്ടില്ല. അതുകൊണ്ടാണ് ജിന്നുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്വഭാവം അക്രമത്തിൻ്റെതാകുന്നത്, ഫസാദിൻ്റെതാകുന്നത്. എന്നാൽ അവരിൽ ധാരാളം നന്മയും ഖൈറുകളും അവരിൽ വിശ്വാസികളുമെല്ലാം ഉണ്ടെങ്കിലും പൊതുവെ എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അറിയുന്നത്, കൂടുതൽ അറിയുന്നത്. അപ്പോൾ മനുഷ്യരെ ശുദ്ധമായ കളിമണ്ണിൽ നിന്നും ജിന്നുകളെ ശുദ്ധമായ തീയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്നിരിക്കെ നിങ്ങൾ ഇരു കൂട്ടരുടെയും രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത്, നിഷേധിക്കുന്നത്? വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയ സ്ഥാനങ്ങളുടെയും രക്ഷിതാവ്. മശ്രിഖ് എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം, കിഴക്ക്. മഗ്രിബ് എന്ന് പറഞ്ഞാൽ അസ്തമയസ്ഥാനം, പടിഞ്ഞാറ്. അപ്പോൾ രണ്ട് ഉദയസ്ഥാനം എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലത്തും ശൈത്യകാലത്തും വേനൽക്കാലത്തും സൂര്യൻ ഉദിക്കുന്ന രണ്ട് ദിശകളിൽ നിന്നാണ്. അത് ഇടത്തോട്ട് ചരിയും, പിന്നെ വലത്തോട്ട് പോകും. ഓരോ മാസങ്ങൾക്കനുസരിച്ച് ഉദിക്കുന്ന സ്ഥാനങ്ങളുടെ വ്യത്യാസം നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മഗ്രിബും അങ്ങനെ തന്നെ. ശൈത്യകാലത്തുള്ള ആ ഒരവസ്ഥയല്ല നവംബർ ഡിസംബർ മാസങ്ങളിൽ കാണുന്ന സ്ഥലങ്ങളിൽ നിന്നല്ല നല്ല ചൂടുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടാവുന്നത്. അതാണ് രണ്ട് ഉദയസ്ഥാനം എന്നതുകൊണ്ടും രണ്ട് അസ്തമയസ്ഥാനം എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ ഒരു സ്ഥലത്ത് അത് ഉദിക്കുമ്പോൾ മറ്റൊരു നാട്ടുകാർക്കത് അസ്തമയമാണ്. നമുക്ക് അസ്തമയമാകുമ്പോൾ വേറൊരു നാട്ടുകാർക്ക് യഥാർത്ഥത്തിൽ ഉദിക്കുകയാണ് ചെയ്യുന്നത്, അസ്തമിക്കല്ല. അപ്പോൾ ഈ പ്രക്രിയ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. രണ്ട് ഉദയം രണ്ട് അസ്തമയം, അവർക്ക് രണ്ട് സ്ഥാനങ്ങളാണത്. അപ്പോൾ ഉദിക്കുന്ന അതേ സ്ഥലം തന്നെ എന്താണ്, അസ്തമയ സ്ഥാനവുമാണ്. ഉദിക്കുന്ന അതേ സ്ഥാനം മറ്റൊരു ടീമിന് അസ്തമയ സ്ഥാനമാണ്. ആണ് മശ്രിഖൈനി മഗ്രിബൈൻ. മറ്റൊരധ്യായത്തിൽ കാണാം റബ്ബുൽ മശാരിഖി വൽ മഗാരിബ്. അവിടെ ബഹുവചന രൂപത്തിലാണ് പറഞ്ഞത്. ഒരുപാട് ഉദയങ്ങളും ഒരുപാട് അസ്തമയങ്ങളും. അതുകൊണ്ടുള്ള ഉദ്ദേശം, ഒരു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സൂര്യൻ മെല്ലെ മെല്ലെ മെല്ലെയാണ് നീങ്ങുന്നത്. ഓരോ ചെറിയ ഇടവേളകൾക്ക് ശേഷവും സ്ഥാനം മാറുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഉദയസ്ഥാനമുണ്ട്, ഒരുപാട് അസ്തമയ സ്ഥാനമുണ്ട്. അതേപോലെ തന്നെ ചില ഉലമാക്കൾ പറഞ്ഞു, രണ്ട് മശ്രിഖ് രണ്ട് മഗ്രിബ് എന്ന് പറഞ്ഞാൽ ഒന്ന് സൂര്യൻ്റെയും മറ്റൊന്ന് ചന്ദ്രൻ്റെയുമാണ് ഉദ്ദേശം. സൂര്യൻ്റെ ഉദയം, ചന്ദ്രൻ്റെ ഉദയം. സൂര്യൻ്റെ അസ്തമയം, ചന്ദ്രൻ്റെ അസ്തമയം. റബ്ബുൽ മശാരിഖ് വൽ മഗാരിബ് എന്ന് പറഞ്ഞാലോ നക്ഷത്രങ്ങൾ അടക്കം ഉൾക്കൊള്ളുന്ന ഓരോ നക്ഷത്രങ്ങൾക്കും അവയുടേതായ ഉദയവും അസ്തമയവും. ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നു എന്നതിൽ സംശയമില്ല. ഇവിടെ രണ്ട് ഉദയമാണ് രണ്ട് അസ്തമയാണ് പറഞ്ഞത്. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അപ്പോൾ ഇവിടെ രണ്ട് ഉദയവും രണ്ട് അസ്തമയ സ്ഥാനങ്ങളും, അല്ലെങ്കിൽ ഒരുപാട് ഉദയസ്ഥാനം ഒരുപാട് അസ്തമയ സ്ഥാനം, അതെങ്ങനെയാണ് നിഅമത്തായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, ഓരോ ഉദയസ്ഥാനങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ഭൂമിയിൽ ഋതുഭേദങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നു, കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ടാകുന്നു. അത് ഓരോ സന്ദർഭത്തിലും മനുഷ്യനത് അനിവാര്യമാണ് എന്നാണ്. നമുക്ക് നല്ല ചൂടുണ്ടാകുമ്പോൾ തണുപ്പായാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും, നല്ല തണുപ്പുണ്ടാകുമ്പോൾ ചൂടായാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ ചൂട് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നത്. തണുപ്പും നമുക്ക് ആവശ്യമുണ്ട്. ഓരോ നാട്ടിലെയും ആളുകൾക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സംവിധാനമാണത്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. പ്രതാപിയും മഗാധജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത്. അശ്ശംസു വൽ ഖമറു
ബിഹുസ്ബാൻ എന്ന് നമ്മൾ പഠിച്ചു. ഒരു നിർണിതമായ കണക്കനുസരിച്ചാണ്, അത് അള്ളാഹു ഖദറാക്കിയതാണ്. അപ്പോൾ അത് റഹ്മാനായ റബ്ബിന് തെറ്റുപറ്റിയതല്ല, അത് മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണത്. അതിലൊരുപാട് ഖൈറുകൾ മനുഷ്യൻ ചിന്തിച്ചാലുണ്ടാകും. കന്നുകാലികൾക്ക്, ചെടികൾക്ക്, വൃക്ഷങ്ങൾക്ക്, മനുഷ്യന്, ഭൂമിക്ക്, അതിൻ്റെ അന്തരീക്ഷത്തിന്, എല്ലാറ്റിനും ആ വ്യത്യാസങ്ങൾ കൊണ്ട് ഗുണമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് 2 മശ്രിഖ് 2 മഗ്രിബ് എന്ന് പറഞ്ഞതിന് ശേഷം ഫബിയയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, നിങ്ങൾ ഇരുകൂട്ടരുടെയും രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. 19 അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, മറജൽ ബഹ്റൈനി യൽതഖിയാൻ, 2 സമുദ്രങ്ങളെ, മറജ എന്ന് പറഞ്ഞാൽ വിട്ടേക്കുക, മറജ വിട്ടേക്കുക, അല്ലെങ്കിൽ ഒന്നിനെ മറ്റൊന്നിൻ്റെ അടുക്കലേക്ക് കൂട്ടിച്ചേർക്കുക, കൂട്ടിക്കലർത്തുക എന്നൊക്കെ അർത്ഥമുണ്ട്. അർസല എന്നൊരർത്ഥം കൂടിയുണ്ട്, വിട്ടേക്കുക, അർസല. ഇവിടെ മറജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർസല, വിട്ടേക്കുക. മറജ യംറജു മറജൻ വ മുറൂജ, മറജ യംറജു മറജൻ വ മുറൂജ ഫഹുവ മാരിജുൻ വ മരീജുൻ. മറജൽ ബഹ്റൈനി, 2 സമുദ്രങ്ങളെ അവൻ വിട്ടേച്ചിരിക്കുന്നു. എങ്ങനെ? യൽതഖിയാനി, ഇൽതഖാ യൽതഖി ഇൽതിഖാഅൻ. ഇൽതഖ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, കൂടിച്ചേരുക, സംഗമിക്കുക. ലിഖാ, ഇൽതഖ, യൽതഖി ഇൽതിഖാഅൻ, പരസ്പരം കണ്ടുമുട്ടുന്ന രൂപത്തിൽ തൊട്ടടുത്തായിക്കൊണ്ട് 2 സമുദ്രങ്ങളെ അവൻ വിട്ടേച്ചിരിക്കുന്നു. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ല പറയുന്നു, മറജ ഐ അർസല വഖല്ല മിൻ ഖൗലിഹിം മറജ ഫുലാനുൻ ദാബതഹു. ഒരു വ്യക്തി തൻ്റെ മൃഗത്തെ മേയാൻ വേണ്ടി വിട്ടേക്കുന്നതിന് മറജ എന്ന് പറയും. ഇദാ ഖല്ലാഹ വ തറക്കഹ, അതിനെ വിട്ടേച്ച് കഴിഞ്ഞാൽ അതിനെ മറജ എന്ന് പറയും. അപ്പോൾ മറജൽ ബഹ്റൈനി, 2 സമുദ്രങ്ങളെ അവൻ വിട്ടേച്ചിരിക്കുന്നു. എങ്ങനെ? യൽതഖിയാനി, പരസ്പരം കണ്ടുമുട്ടുന്ന രൂപത്തിൽ. എന്നാൽ ബൈനഹുമ, അവക്ക് രണ്ടിനുമിടയിലുണ്ട്, ബൈനഹുമ, അവക്ക് രണ്ടിനുമിടയിലുണ്ട് ബർസഖുൻ. ബർസഖ് എന്ന് പറഞ്ഞാൽ മാ ബൈന കുല്ലി ഷൈഇൻ, ഏതൊരു 2 കാര്യത്തിനിടയിലുള്ളതിനും ബർസഖ് എന്ന് പറയും. ഏതൊരു 2 നടുവിലും ഒരു ഹാജിസായി, ഒരു ഹിജാബായി, ഒരു മറയായി നിൽക്കുന്നതിനൊക്കെ ബർസഖ് എന്ന് പറയും. അതുകൊണ്ടാണ് ദുനിയാവിനും പരലോകത്തിനും ഇടക്കുള്ള ഖബറിലെ ജീവിതത്തിന് ബർസഖ് എന്ന് പറയുന്നത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസുൻ. അപ്പോൾ ദുനിയാവിനും ആഖിറത്തിനും ഇടയിലുള്ള മറ്റൊരു ലോകമാണത്, ബർസഖി ലോകം. അപ്പോൾ ബർസഖ് എന്ന് പറഞ്ഞാൽ ഒരു മറ, ശക്തമായ ഒരു ഹാജിസ്, ഒരു ഹിജാബ്, 2 നടുക്കുള്ള ഒരു സംഭവം, അതിനാണ് ബർസഖ് എന്ന് പറയുന്നത്. ബൈനഹുമ ബർസഖുൻ, അതിനിടയിൽ ഒരു മറയുണ്ട്. ലാ യബ്ഗിയാനി, അതുകൊണ്ട് തന്നെ ഒന്ന് മറ്റൊന്നിനെ അതിക്രമിച്ച് കടക്കുകയില്ല. ബഗ എന്ന് പറഞ്ഞാൽ, ബഗ യബ്ഗി എന്ന വാക്കിൻ്റെ അർത്ഥം മറികടക്കുക, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ അതിക്രമിച്ച് കയറുക, ഒന്നിലേക്ക് മറ്റൊന്നുകൂടി കയറി അതിനെ ഉപദ്രവിക്കുക. അതാണ് ബഗ യബ്ഗി ബഗ്വൻ എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ലാ യബ്ഗിയാനി, അതുകൊണ്ട് തന്നെ അതിൽ ഒന്ന് മറ്റൊന്നിനെ മറികടക്കുകയില്ല. ഇവിടെ ഏതാണ് ഈ 2 സമുദ്രം എന്ന് പറഞ്ഞിട്ടുള്ളത്? മറജൽ ബഹ്റൈൻ. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ല പറയുന്നത്, ഇവിടെ 2 ബഹ്റ കൊണ്ടുള്ള ഉദ്ദേശം, ഒന്ന് ബഹ്റുൻ ഫിസ് സമാ, മറ്റൊന്ന് ബഹ്റുൻ ഫിൽ അർദ്. ആകാശത്തൊരു സമുദ്രമുണ്ട്, അത് സ്ഥിരപ്പെട്ട കാര്യമാണ്, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഉപരിലോകത്ത് വലിയൊരു ജലാശയമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിനെ കുറിച്ച് പറഞ്ഞത്, വകാന അർശുഹു അലൽ മാഇ. അള്ളാഹുവിൻ്റെ അർശ് മാഇൻ്റെ മേലെയാണ്. 7 ആകാശങ്ങൾക്ക് മേലെ ഒരു സമുദ്രമുണ്ട് എന്ന്. മഴ പെയ്യുന്നത് പോലും അതിൽ നിന്നാണ് എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ, ഉപരിലോകത്തു നിന്നാണ് വെള്ളമിറക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജലാശയം ആകാശലോകത്തുണ്ട്. ഭൂമിയിൽ മറ്റൊരു സമുദ്രമുണ്ട്. ഈ 2 സമുദ്രങ്ങളാണ്
അവ തമ്മിൽ കൂടിച്ചേരുന്നില്ല. ബൈനഹുമ ബർസഖുൻ ലാ യബ്ഗിയാൻ. ഇബ്നു ജരീർ തബരി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, രണ്ട് ബഹറുകളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും ഇതാണ് ശരി എന്ന് അദ്ദേഹം പറയുന്നു. വഔലൽ അഖ്വാലി ഫീ ദാലിക ഇൻദി ബിസ്സവാബ്. അദ്ദേഹം പറയുന്നത് എൻ്റെ അടുക്കൽ ശരിയായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഉനിയ ബിഹി ബഹ്റുസ് സമാ വ ബഹ്റുൽ അർദ്. ആകാശത്തിലെയും ഭൂമിയിലെയും രണ്ട് സമുദ്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹം അതിന് തെളിവ് പറയുന്നത് വദാലിക അന്നല്ലാഹ ഖാല, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ പറയുന്നുണ്ടെന്ത്, യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ, മുത്തും പവിഴങ്ങളും അതിൽ നിന്ന് പുറത്തു വരുന്നു. വൽ ലുഅ്ലുഉ വൽ മർജാൻ ഇന്നമാ യഖ്റുജു മിൻ അസ്ദാഫി ബഹരിൽ അർദി അൻ ഖത്രി മാഇസ് സമാ. മുത്തും പവിഴവും ഉണ്ടാകുന്നത് മഴത്തുള്ളിയിൽ നിന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണം, നമ്മൾ കാണുന്ന മഴത്തുള്ളിക്ക് വിലയൊന്നുമില്ല. പക്ഷേ ഈ മഴത്തുള്ളി സമുദ്രത്തിലെ ഷെല്ലിൽ വീണിട്ട് അവിടെ നിന്ന് അതിന് ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടാണ് അത് മുത്തും പവിഴവുമായി മാറുന്നത്. അത് അറിയപ്പെട്ടൊരു കാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട റിവായത്ത് ആ വിഷയത്തിലുണ്ട്. അപ്പോൾ ഉപരിലോകത്ത് നിന്ന് പെയ്യുന്ന ചില പ്രത്യേക മഴത്തുള്ളികൾ സമുദ്രങ്ങളിലും മറ്റുമുള്ള ഷെല്ലുകൾ സ്വീകരിക്കുകയും ആ ഷെല്ലുകളിൽ പിന്നീട് അതിൻ്റെ വ്യത്യസ്തങ്ങളായ രാസപ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷം അത് മുത്തായി പവിഴമായി മാറുന്നു. അതുകൊണ്ടാണ് അധിക മുത്തുകളും പവിഴങ്ങളും എവിടുന്നാണ് കിട്ടുന്നത്? സമുദ്രത്തിൽ നിന്നാണ്, വെള്ളത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് വെള്ളവുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഉപരിലോകത്തുനിന്ന് മഴത്തുള്ളി വരുന്നു, അത് സമുദ്രത്തിൽ വന്നിട്ട് മുത്തായി മാറുന്നു. അപ്പോൾ രണ്ട് ബഹർ എന്നതുകൊണ്ട് ഉദ്ദേശം ഒന്ന് ആകാശത്തിലെ ബഹറും മറ്റൊന്ന് ഭൂമിയിലെ ബഹറും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ അഭിപ്രായം, അങ്ങനെ ആകാശത്തും ഭൂമിയിലും സമുദ്രങ്ങൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അതല്ല എന്നാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. കാരണം അതിനുള്ള തെളിവ് സൂറത്തുൽ ഫുർഖാനിലെ 53-ാമത്തെ ആയത്താണ്. ആ 53-ൽ നമുക്ക് കാണാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വൽ മുറാദു ബി ഖൗലിഹിൽ ബഹ്റൈനി അൽ മിൽഹു വൽ ഹുൽവു. ഉപ്പ് വെള്ളവും അല്ലാത്ത മധുരമുള്ള എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളവും ഉപ്പ് വെള്ളവുമാണ് ഉദ്ദേശം. അപ്പോൾ അവിടെ രണ്ട് ബഹർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉപ്പ് വെള്ളം അടങ്ങുന്ന സമുദ്രജലം, മറ്റൊന്ന് ശുദ്ധമായ നദീജലങ്ങളാണ്, പുഴയിലും തടാകങ്ങളിലും കാണുന്ന ജലങ്ങളാണ്. ഫൽഹുൽവു ഹാദിഹിൽ അൻഹാറു സാരിഹത്തു ബൈനൻ നാസ് വഖദ് ഖദ്ദംനൽ കലാമ അലാ ദാലിക ഫീ സൂറത്തുൽ ഫുർഖാൻ ഇൻദ ഖൗലിഹി തആല വഹുവല്ലദീ മറജൽ ബഹറൈനി. അല്ലാഹു രണ്ട് സമുദ്രങ്ങളെ വിട്ടേച്ചിരിക്കുന്നു. ഹാദാ അദ്ബുൻ ഫുറാത്തുൻ, അതിൽ ഒന്ന് ശുദ്ധമായ കുടിക്കുന്ന കുടിനീരാണ്. വഹാദ മിൽഹുൻ ഉജാജ്, രണ്ടാമത്തത് നല്ല ഉപ്പ് കലർന്ന സമുദ്രജലമാണ്. വജഅല ബൈനഹുമാ ബർസഖൻ, അതിന് രണ്ടിനുമിടയിൽ ഒരു ബർസഖുണ്ട്. വഹിജ്റൻ മഹ്ജൂറ, വ്യക്തമായൊരു മറയുമുണ്ട്. അപ്പോൾ അത് വളരെ ക്ലിയറായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്. ഈ രണ്ട് ബഹറു കൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് ശുദ്ധജലം, മറ്റൊന്ന് ഉപ്പുജലം. അവിടെ ഇത് ജലാശയങ്ങളിൽ തന്നെ ആവണമെന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. മറിച്ച് ഭൂമിയിൽ ഈ രണ്ട് ടൈപ്പ് വെള്ളമുണ്ട്. ഇത് രണ്ടും വേറെ വേറെ തന്നെ കിട്ടുന്നൊരു സംവിധാനം അല്ലാഹു ഉണ്ടാക്കി. നമുക്കറിയാം മഴയുടെ വലിയൊരു തോതും ഉണ്ടാകുന്നത് സമുദ്രജലത്തിൽ നിന്നാണ്. പക്ഷേ ആ സമുദ്രജലത്തിൽ നിന്നുണ്ടാകുന്ന മഴയ്ക്ക് നമുക്ക് ആ ഉപ്പിൻ്റെ ടേസ്റ്റ് ഇല്ലല്ലോ. അല്ലാഹു അതിനെ വേർതിരിക്കുകയാണ്. സമുദ്രത്തിൻ്റെ തൊട്ടടുത്ത് കിണർ കുഴിക്കുന്ന ആളുകൾക്ക് ശുദ്ധജലം കിട്ടുന്ന ധാരാളം കിണറുകളുണ്ട്. അവിടെയൊക്കെ ഒരു ഹാജിസ് ഉണ്ട്, ഒരു ബർസഖ് ഉണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ വെള്ളത്തെ, നമുക്ക് നൽകുന്ന വെള്ളത്തെ ഉപ്പിനെ വേറെയും അല്ലാത്തതിനെ വേറെയുമാക്കി നിശ്ചയിച്ചിരിക്കുന്നു. ഇവ തമ്മിൽ ഒരിക്കലും കൂടിക്കലർന്ന് എല്ലാ പ്രദേശത്തും ഉപ്പുജലം എന്നൊരു സംഭവമല്ല. എല്ലായിടത്തും ശുദ്ധജലം എന്നൊരവസ്ഥയില്ല. മറിച്ച് ഉപ്പുജലം ആവശ്യമുള്ള മത്സ്യങ്ങൾക്ക് അത് തന്നെ വേണം, ശുദ്ധജലം ആവശ്യമുള്ള മനുഷ്യർക്കും മറ്റും അത് വേണം. രണ്ടും ഉണ്ടാകുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ വേർതിരിച്ചിരിക്കും. അതിൽ വേറെയും ധാരാളം ഹിക്മത്തുകൾ ഉണ്ടാകാം. സയൻസ് അറിയുന്ന ആളുകൾക്ക് കൂടുതൽ അറിയാം. അവർക്കും അറിയാത്ത അള്ളാഹുവിന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളും ഉണ്ടാകാം. ആ രൂപത്തിലുള്ള വമ്പിച്ചതായ രണ്ട് സംഭവങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതാണ് ബൈനഹുമാ ബർസഖുൻ, അവയ്ക്കിടയിൽ ശക്തമായൊരു മറയുണ്ട്. ലാ യബ്ഗിയാൻ, അവയിലൊന്ന് മറ്റൊന്നിനെ മറികടക്കുകയില്ല.
അവയിൽ ഒന്ന് മറ്റൊന്നിനെ മറികടക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ചില പണ്ഡിതന്മാർ അതിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് സമുദ്രങ്ങളും അതിരുവിടുകയില്ല എന്നൊരു തഫ്സീർ കൂടിയുണ്ട്. ഉപ്പുവെള്ളം ശുദ്ധജലത്തിലേക്ക് കയറില്ല, ശുദ്ധജലം ഉപ്പുജലത്തിലേക്കും കയറില്ല. പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് നദീജലം സമുദ്രത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ നദി അങ്ങനെ തന്നെ ഒരുപാട് കിലോമീറ്റർ ഒഴുകുന്നുണ്ടെന്നാണ്, കൂടിച്ചേരാതെ പിന്നെയാണ് കൂടിച്ചേരുന്നത്. ഒരുപാട് കിലോമീറ്ററുകളോളം ഈ നദീജലം അതേപോലെയാണ് സമുദ്രത്തിലേക്ക് ഒഴുകുന്നതെന്നാണ്. കയറുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതും ഇതുകൊണ്ടുള്ള ഉദ്ദേശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ലാ യബ്ഗിയാൻ എന്ന് പറഞ്ഞപ്പോൾ ഈ നദീജലവും സമുദ്രജലവും അതിരുവിട്ട് വരികയില്ല എന്ന ഒരർത്ഥവും തഫ്സീറിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഉണങ്ങി നിൽക്കേണ്ട സ്ഥലങ്ങളെ അത് ഉണങ്ങിയതായി തന്നെ വിട്ടേക്കുന്നു, നനഞ്ഞു നിൽക്കേണ്ട സ്ഥലങ്ങൾ അത് നനഞ്ഞു തന്നെ നിൽക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, സമുദ്രമെങ്ങാനും ഇങ്ങോട്ട് കയറിയാൽ ഭൂമിയിൽ കരയുണ്ടാവില്ല, ഉണങ്ങിയ സ്ഥലം നമുക്ക് കിട്ടൂല. എത്ര മഴ പെയ്താലും ഉണങ്ങിയ സ്ഥലം ഉണങ്ങിയതായി തന്നെ അവശേഷിക്കുന്നുണ്ടല്ലോ. ചതുപ്പുള്ള സ്ഥലങ്ങളുണ്ട്, വയലുകളായി തന്നെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാം അതതിൻ്റെ ആവശ്യമനുസരിച്ച് ഭൂമിയിൽ നോക്കൂ, എല്ലായിടത്തും വയലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ചളിയുള്ള പ്രദേശങ്ങൾ കാണാം, എല്ലായിടത്തും ചളിയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പക്ഷെ അതൊന്നുമില്ലാത്ത നിലക്ക് അള്ളാഹു ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നു. സമുദ്രത്തിൻ്റെ ഘടന അത് അതിക്രമിച്ച് കയറാത്ത രൂപത്തിൽ. അതിക്രമിച്ച് കയറിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് സുനാമിയും മറ്റുമൊക്കെ വരുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുദ്റത്ത് കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും ഈ രൂപത്തിലുള്ള വമ്പിച്ച സംവിധാനങ്ങൾ സംവിധാനിച്ചിരിക്കുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്നിരിക്കെ നിങ്ങളുടെ റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് ജിന്നുകളെ മനുഷ്യരെ നിങ്ങൾ കളവാക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. യഖ്റുജു മിൻഹുമൽ ലുഉലുഉ വൽ മർജാൻ. യഖ്റുജു മിൻഹുമ, ആ രണ്ട് സമുദ്രത്തിൽ നിന്നും, കടലിൽ നിന്നും നദികളിൽ നിന്നും പുറപ്പെടുന്നു. ഖറജ യഖ്റുജു ഖുറൂജൻ, പുറപ്പെടുന്നു, അഥവാ മനുഷ്യരും ജിന്നുകളും പുറത്തെടുക്കുന്നു. അൽ ലുഉലുഉ, ലുഉലു എന്ന് പറഞ്ഞാൽ രത്നങ്ങളാണ്, മുത്തുകളാണ്, പവിഴങ്ങളാണ്. അത് ഫഖാല ബഅദുഹും മാ അദുമ മിനദ്ദുർരി അല്ലുഉലുഉ, വലിയ മുത്തുകൾക്കാണ് ലുഉലു എന്ന് പറയുന്നത്. വൽ മർജാനു മാ സഗറ മിൻഹു, ചെറിയ മുത്തുകൾക്കാണ്, പവിഴങ്ങൾക്കാണ് മർജാൻ എന്ന് പറയുന്നത്. അപ്പോൾ ലുഉലു വലുതായിരിക്കും, മർജാൻ ചെറുതായിരിക്കും. രത്നങ്ങളിൽ ഈ വകുപ്പുകളൊക്കെ നമുക്ക് കാണാം. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു മർജാൻ എന്ന് പറഞ്ഞാൽ ഹജറാണ്, അഥവാ രത്നക്കല്ലുകൾക്കാണ് അത് പറയുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേറെയാണ്, ലുഉലുവിൻ്റേത് വേറെയാണ്. അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചുവന്ന രത്നത്തിനാണ് മർജാൻ എന്ന് പറയുന്നത്, അല്ലാത്ത വൈറ്റ് നിറമുള്ള വെള്ള നിറമുള്ളതിന് ലുഉലു എന്ന് പറയുന്നു. എന്തായിരുന്നാലും ശരി, അത് മുത്തും പവിഴവുമാണ്. അധിക സ്വഹാബികളിൽ നിന്നും മുഫസ്സിരിങ്ങളിൽ നിന്നും വന്നിട്ടുള്ളത് ലുഉലു വലിയതും മർജാൻ ചെറുതുമായ രത്നങ്ങളാണ്, പവിഴങ്ങളാണ്, മുത്തുകളാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഖ്റുജു മിൻഹുമൽ ലുഉലുഉ വൽ മർജാൻ, മുത്തും പവിഴങ്ങളും. നമുക്കറിയാം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി മുത്തും പവിഴങ്ങളും എടുത്തു കൊടുത്തിരുന്നത് ആരായിരുന്നു? ജിന്നുകളായിരുന്നു. അപ്പോൾ ജിന്നുകളും മുത്തുകളും പവിഴങ്ങളും എടുക്കുന്നുണ്ട്. അവർക്കത് സാധിക്കും. മനുഷ്യർ ചെയ്യുന്നത് പോലെ തന്നെ അവർക്കും അവരുടേതായ ലോകത്ത് അവർ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടു കൂട്ടരോടും പറഞ്ഞത് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹ്രി കൽഅലാം. വലഹു, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാകുന്നു, അള്ളാഹുവിനുള്ളതാകുന്നു, അവൻ കീഴ്പ്പെടുത്തി തന്നതാകുന്നു. അൽ ജവാർ, ജാരിയത്തിൻ്റെ ജംആണ് ജവാർ. ജാരിയത്ത് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നത്. സഫീനത്തിനാണ് ജാരിയ എന്ന് പറയുന്നത്, കപ്പലിനാണ് ജാരിയത്ത് എന്ന് പറയുന്നത്. ജറാ യജ്രി ജറയാനൻ, സഞ്ചരിക്കുക. അതിൽ നിന്നാണ് ജാരി, ജാരിയ. ജാരിയത്ത് സഫീനത്ത്, അതിൻ്റെ ബഹുവചനമാണ് അൽ ജവാർ. വലഹുൽ ജവാർ, അള്ളാഹുവിനുള്ളതാകുന്നു അൽ ജവാർ അഥവാ കപ്പലുകൾ. എങ്ങനെയുള്ളത്? അൽ മുൻഷആത്ത്,
നിർമ്മിക്കപ്പെട്ടത്. മുൻഷഅ, അൻഷഅ യുൻഷിഉ ഇൻഷാഅൻ. മുൻഷഅത്ത് എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടത്. ഫിൽ ബഹരി, സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന മുൻഷആത്തുകളായ വലിയ രൂപത്തിൽ കെട്ടിയുണ്ടാക്കിയ കപ്പലുകൾ. കൽ അഅലാം, പർവ്വത സമാനമായ കപ്പലുകൾ. വാഹനങ്ങളിൽ ഏറ്റവും വലിയ വാഹനം എന്ന് പറയുന്നത് കപ്പലുകളാണ്. അതുകൊണ്ടാണ് കൽ അഅലാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് മുമ്പേ അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റായ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പും വലിയ വലിയ കപ്പലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുൻഷആത്ത് എന്നതിന് ഉലമാക്കൾ പറഞ്ഞത് വലിയ പായകൾ വലിച്ചു കെട്ടിയിട്ട് വലിയ തൂണുകളുണ്ടാകും. ആ തൂണുകളിൽ പായ വലിച്ചു കെട്ടും. എന്നിട്ട് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചാണ് അത് കെട്ടുക. ആ വലിയ തുണികൾ കെട്ടി അങ്ങനെയാകുമ്പോൾ കാറ്റിനനുസരിച്ച് ഉദ്ദേശിച്ച ദിശകളിലേക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെയുള്ളതിനാണ് മുൻഷആത്ത് എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയില്ലാത്ത തോണികൾ, ബോട്ടുകൾ, ചെറിയ ചെറിയ സംവിധാനങ്ങളുണ്ട്, അതിന് മുൻഷആത്ത് എന്ന് പറയുകയില്ല. അപ്പോൾ വലിയ തൂണുകൾ സ്ഥാപിച്ച് അതിൻ്റെ മേലെ പായകൾ കെട്ടിയിട്ടുള്ള പായക്കപ്പലുകൾ, ആ പായക്കപ്പലുകൾക്കാണ് മുൻഷആത്ത് എന്ന് പറയുന്നത്. മുൻഷഅത്തിൻ്റെ ജംആണ് മുൻഷആത്ത്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു വലിയ രൂപത്തിൽ കെട്ടിയുണ്ടാക്കിയ. അതുകൊണ്ടാണ് കല്ല അലാം. അലം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അടയാളം എന്നർത്ഥമുണ്ട്. വലിയ പർവ്വതങ്ങൾ ഭൂമിയിലെ വലിയ അടയാളങ്ങളായതുകൊണ്ട് പർവ്വതങ്ങൾക്ക് അറബി ഭാഷയിൽ അലം എന്ന് പറയും. അലാം എന്നുള്ളത് അതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ കൽ അലാം, പർവ്വത സമാനമായ കെട്ടിയുണ്ടാക്കപ്പെട്ട വലിയ പായക്കപ്പലുകൾ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണത് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത്. വസഖറൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബി അംരി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് കപ്പൽ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നാമൊക്കെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം, നമുക്കറിയാം ഒന്നാമത്തെ കപ്പൽ എങ്ങനെ ഉണ്ടാക്കിയതാണ്? സയൻറ്റിസ്റ്റുകൾ ഇരുന്ന് ഒരുപാട് കാലം ആലോചിച്ച് കണ്ടുപിടിച്ചുണ്ടാക്കിയതല്ല, വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ് കപ്പൽ. ഒന്നാമത്തെ കപ്പൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയ. പിന്നീട് അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് മറ്റ് കപ്പലുകളൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ കപ്പലുകളെക്കുറിച്ച് പറയുന്നിടത്ത് പ്രത്യേകം അള്ളാഹു പറയുന്നുണ്ട് റഹ്മാനായ റബ്ബിൻ്റെ ഓർഡർ പ്രകാരമാണത് സഞ്ചരിക്കുന്നതെന്ന്. മനുഷ്യൻ്റെ കഴിവുകളൊന്നും അല്ല അത് യഥാർത്ഥത്തിൽ. ഇനി മനുഷ്യൻ ചെയ്യുന്നത് പോലും അള്ളാഹു അവന് പഠിപ്പിച്ചു കൊടുത്തതല്ലാതെ മനുഷ്യൻ്റെ കയ്യിൽ എന്താണുള്ളത്? ചില ആളുകൾ ശാസ്ത്രം എന്ന് പറയുന്നു. ശാസ്ത്രത്തിൻ്റെ കയ്യിൽ സ്വന്തമായി വല്ലതുണ്ടോ? ശാസ്ത്രം എന്ന് പറയുന്ന അവൻ്റെ നാവ് പോലും അള്ളാഹു സംവിധാനിച്ചു കൊടുത്തല്ലേ. എന്നാൽ അവൻ സ്വന്തമായി ഒരു നാവുണ്ടാക്കി സംസാരിക്കട്ടെ, അത് പറ്റൂല. അപ്പം ശാസ്ത്രം അങ്ങനെ പറയുന്നു, ശാസ്ത്രം ഇങ്ങനെ പറയുന്നു. ശാസ്ത്രത്തിന് സ്വന്തമായി ഒന്നുമില്ല. ശാസ്ത്രം പഠനവിധേയമാക്കുന്ന ഭൂമി ആരുണ്ടാക്കിയതാ? സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അവർ ഭൂമിയെക്കുറിച്ച് പഠിക്കുക അല്ല, അള്ളാഹു ഉണ്ടാക്കിയ ഭൂമിയിലാണ് ഗവേഷണം നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഗവേഷണം നടത്തുന്നത്? അള്ളാഹു കൊടുത്ത കണ്ണ്, അള്ളാഹു കൊടുത്ത കാത്, അള്ളാഹു കൊടുത്ത ഹൃദയം. സയൻസിൻ്റെ ഒന്നുമില്ല. പക്ഷേ ചില വിഡ്ഢികൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ കൈകളും കാലുകളുമുള്ള ഏതോ ഒരു ശക്തി ഇരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് അവതരിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് നത്തിങ്. റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളാണത്. അതുകൊണ്ടാണ് വലഹുൽ ജവാരിൽ മൂശആതു ഫിൽ ബഹരി കൽ അലാം, സമുദ്രത്തിൽ പർവ്വത സമാനമായി കെട്ടിയുണ്ടാക്കപ്പെട്ട കപ്പലുകൾ റഹ്മാനായ റബ്ബിനുള്ളതാകുന്നു. ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, എന്നിരിക്കെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് മനുഷ്യരെ നിങ്ങൾ കളവാക്കുന്നത്, നിഷേധിച്ച് തള്ളുന്നത്? കുല്ലു, എല്ലാം, മൻ, എല്ലാവരും, അലൈഹ, അതിൻ്റെ മേലുള്ള അഥവാ അലൽ അർദ്, ഭൂമിയുടെ മേലെയുള്ള എല്ലാവരും, ഫാൻ, ഫന യഫ്ന എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക. ഫന യഫ്ന ഫനാഅൻ, ഫന യഫ്ന ഫനാഅൻ, നശിച്ചു പോവുക. ഫാൻ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നത്. കുല്ലു മൻ അലൈഹ ഫാനിൻ, ഭൂമിക്ക് മേലെയുള്ളതെല്ലാം നശിച്ചു പോകും, മരിച്ചു പോകും. മനുഷ്യരൊക്കെ മരിച്ചു പോകും, ജിന്നുകളൊക്കെ മരിച്ചു പോകും, എല്ലാവരും മരിച്ചു പോകും. ഭൂമുഖത്തുള്ള ജീവജാലങ്ങളൊക്കെ നശിച്ചു പോകും ഖിയാമത്ത് നാളിലും അതിനു മുമ്പേ ഓരോരുത്തരായി പ്രത്യേകമായും. ഓരോരുത്തർ പ്രത്യേകമായുള്ള മരണം വേറെയുണ്ട്,
ഒന്നായിട്ട് എല്ലാവരെയും പിടിക്കുന്ന ഒരു ദിവസവുമുണ്ട്. രണ്ടാണെങ്കിലും കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ ബഖിയ യബ്ഖാ ബഖാഅൻ. ബഖിയ എന്ന് പറഞ്ഞാൽ അവശേഷിക്കുക, യബ്ഖാ ബഖാഅൻ. വയബ്ഖാ വജ്ഹു റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ മുഖം അവശേഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് അവശേഷിക്കും. എങ്ങനെയുള്ളത്? ദുൽ ജലാൽ, ജലാലത്തിൽ നിന്ന് പറഞ്ഞാൽ ജലാൽ, ജല്ല മഹത്വമുള്ളതായി തീരുക. ജല്ല യജല്ലു ജലാലൻ, ജലാലത്ത് എന്ന് പറഞ്ഞാൽ മഹത്വമേറിയത് എന്നാണ്. ദുൽ ജലാൽ എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളത്. വൽ ഇക്റാം, സ്തുത്യർഹമായത്, തഅളീം ചെയ്യപ്പെടുന്നത്. അക്രമ യുക്രിമു ഇക്രാമൻ, അക്രമ എന്ന് പറഞ്ഞാൽ ഒരാളെ ആദരിക്കുക, ബഹുമാനിക്കുക, ഔദാര്യം നൽകുക, ഫളാഇൽ നൽകുക. അപ്പോൾ ഇക്രാം എന്ന് പറഞ്ഞാൽ ഔദാര്യവാനായ, ഔദാര്യത്തിൻ്റെ ഉടമയായ, സൃഷ്ടികളോട് കർമ്മ കാണിക്കുന്ന. വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു, അവർക്ക് ആദരവ് നൽകിയിരിക്കുന്നു എന്നർത്ഥം. അള്ളാഹു ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ ബഹുമാനിക്കുന്നത് എന്നല്ല, മഹത്വം നൽകിയിരിക്കുന്നു. അപ്പോൾ അനുഗ്രഹങ്ങൾ നൽകുന്ന ഔന്നിത്യമേറിയ ഉന്നതനായ അള്ളാഹുവിൻ്റെ വജ്ഹ്, അവിടെ അള്ളാഹുവിൻ്റെ വജ്ഹും ഉദ്ദേശമാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്ത്, അവൻ്റെ അസ്തിത്വം, റഹ്മാനായ റബ്ബ് അവശേഷിക്കും. കാരണം അള്ളാഹുവിന് മരണമില്ല, അള്ളാഹുവിന് മരണമില്ല. അൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഹുവൽ അവ്വലു വല്ലാഹിറു വല്ലാഹിറു വൽ ബാത്തിൻ, അവ്വലും ആഹിറും അള്ളാഹുവാണ്. അല്ലാത്തവർക്കൊക്കെ തുടക്കവുമുണ്ട് ഒടുക്കവുമുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അപ്പോൾ മഹത്വത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഉടമസ്ഥനായ റഹ്മാനായ റബ്ബിൻ്റെ വജ്ഹ് അവശേഷിക്കുകയും സൃഷ്ടികളെല്ലാവരും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതുപോലെ കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, സൂറത്തുൽ ഖസസിലെ 88 കാണാം. എല്ലാം നശിച്ചു പോകും അള്ളാഹുവിൻ്റെ തിരുമുഖമൊഴികെ, അള്ളാഹുവിൻ്റെ തിരുമുഖമൊഴികെ ബാക്കി എല്ലാവരും നശിച്ചു പോകുന്നതാകുന്നു. അവിടെ അദ്ദേഹം പ്രത്യേകം പറഞ്ഞൊരു വാക്ക്, അത് ഹൃദയത്തിൽ തട്ടേണ്ടുന്നൊരു വാക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഇതിന് 2 പാരായണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിനെ പാരായണം ചെയ്തത് വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ഈ അദ്ദേഹത്തിൻ്റെ തന്നെ അവസാനത്തിലുള്ളതുപോലെ തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അവിടെ ദിൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുമ്പോൾ അത് റബ്ബിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് മൊത്തത്തിലാണ്. എന്നാൽ ദുൽ ജലാലി വൽ ഇക്റാം എന്നാണെങ്കിലോ അത് വയബ്ഖാ വജ്ഹു റബ്ബിക, അത് വജ്ഹിലേക്കാണ് മടങ്ങുന്നത്. അള്ളാഹുവിൻ്റെ വജ്ഹും എന്താണ്? ദുൽ ജലാലി വൽ ഇക്റാം. അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹുവ അഹ്ലുൻ അൻ യുജല്ല ഫലാ യുസാ. അള്ളാഹുവിൻ്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ മഹത്വപ്പെടുത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ല എന്നാണ്. അത്രക്കും മഹത്വമേറിയനും വലിപ്പമേറിയവനുമായ റബ്ബിനോട് എങ്ങനെയാണ് അനുസരണക്കേട് കാണിക്കുക? അള്ളാഹു ദുൽ ജലാലാണെന്നറിയുന്ന ഒരടിമക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. അഥവാ വല്ലതും സംഭവിച്ചാൽ ഇസ്തിഗ്ഫാറിലും തൗബയിലും സുജൂദിലും വീഴും എന്നാണ് ദുൽ ജലാലി വൽ ഇക്റാം. അതുകൊണ്ടാണ് ഹുവ അഹ്ലുൻ അൻ യുജല്ല ഫലാ യുസാ വ അൻ യുതാഅ ഫലാ യുഖാലഫ്. അനുസരിക്കപ്പെടണം, ഒരിക്കലും യുഖാലഫ്, എതിര് നിൽക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു ജലാലാണ്, ദുൽ അളമത്തി വൽ കിബ്രിയ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ദുൽ അളമത്തി വൽ കിബ്രിയ, മഹത്വമേറിയവൻ, ഔന്നിത്യമേറിയവൻ. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ വലിപ്പത്തിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. പലപ്പോഴും സൃഷ്ടികൾ അങ്ങനെയാണ്, മനുഷ്യൻ അങ്ങനെയാണ്. അവൻ ചെയ്യുന്ന തെറ്റിനെ അവൻ ചെറുതും വലുതുമാക്കി, എന്നിട്ട് ഇത് ചെറുത്, ഇത് വലുത്, ഇത് നിസ്സാരം എന്നാക്കി. നിങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ വലിപ്പമല്ല നോക്കേണ്ടത്, നിങ്ങൾ ആരോടാണോ അനുസരണക്കേട് കാണിക്കുന്നത് അവൻ്റെ വലിപ്പമാണ് ചിന്തിക്കേണ്ടത് എന്നാണ്. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ്
മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞത്, തലമുടിയുടെ അത്രയും നിസ്സാരമായതിനെ ഞങ്ങൾ കണ്ടിരുന്നത് ഒരു പർവ്വതം ഞങ്ങളുടെ മേലേക്ക് വീണാൽ എങ്ങനെ ഉണ്ടാവും അത്രക്ക് ഗൗരവത്തിൽ കണ്ടിരുന്നു, ഞങ്ങൾ അതിൽ നിന്ന് മാറി നിന്നിരുന്നു. എന്നാൽ വലിയ പാപങ്ങൾ പോലും നിങ്ങൾക്ക് മൂക്കിൻ്റെ തുമ്പത്ത് വന്നു നിൽക്കുന്ന ഒരു ഈച്ചയെപ്പോലെ നിസ്സാരമാണ്. ഒരു ഈച്ച വന്നാൽ നിങ്ങൾ കൈകൊണ്ട് തട്ടിക്കളയുന്നു, എത്ര നിസ്സാരം എന്നതുപോലെയാണ് വൻ പാപങ്ങളെ നിങ്ങൾ കാണുന്നത്. പക്ഷെ ഞങ്ങൾ കണ്ടിരുന്നത് തലമുടിയുടെ അത്രയും നേരിയതുപോലും ഒരു വലിയ പർവ്വതം ഞങ്ങളുടെ തലയിലേക്ക് വീഴുന്ന ആ ഒരവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പോൾ ഒരാളുടെ ഭാവം എന്തായിരിക്കും? അതുപോലെയാണ് ഞങ്ങൾ ചെറിയ പാപങ്ങളെപ്പോലും കണ്ടത്. എന്തുകൊണ്ടാണ്? അവരുടെ കണ്ണിൽ, അവരുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ വലിപ്പമാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞൊരു കാര്യം എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അതിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ നാം ആരെയാണ് യഥാർത്ഥത്തിൽ ധിക്കരിക്കുന്നത്? അള്ളാഹുവിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് വേണ്ടാന്ന് പറയുമ്പോൾ ആ നബിയെ പറഞ്ഞയച്ച അള്ളാഹുവിനെ അല്ലേ ഓർക്കേണ്ടത്? വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവർ, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്നവർ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അനുസരണക്കേട് കാണിക്കുന്നവർ അള്ളാഹുവിനോടാണ് അനുസരണക്കേട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ വലിപ്പം കൊണ്ട് വരണം അള്ളാഹുവിൻ്റെ. അതനുസരിച്ചുള്ള ഒരു ഖൗഫ്, ഒരു പേടി, ഒരു ഖുശൂ, ഒരു തഖ്വ, ഒരു ഇഖ്ലാസ്, അതൊക്കെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, എന്നിരിക്കെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങളും അതിൻ്റെ തഫ്സീറും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഖുർആൻ പഠിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.